ദൈവകൃപയാൽ എൻ്റെ 50-ാം വയസ്സിൽ എനിക്ക് ലഭിക്കുന്ന എൻ്റെ 11ാമത്തെ അവാർഡ്, അത് ദേശീയ ടീച്ചർ രത്ന അവാർഡ് ആയതിൽ ഏറെ അഭിമാനവും സന്തോഷവും. ചോദിച്ചെങ്കിലും അപ്പോൾ തന്നെ വേറെ ഒന്നും ചോദിക്കാതെ തന്നെ ഞാൻ വരാമെന്ന് ഏറ്റ ഒരു മഹത് വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി പരിചയപ്പെട്ടതാണ്. എല്ലാവരെയും വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ്. നമ്മൾ രാഷ്ട്രീയക്കാരനൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഓ ഇവരൊക്കെ ഭയങ്കര വലിയ എന്താ പറയുക സഫിസ്റ്റിക്കേറ്റഡ് ആണെന്നൊക്കെ അല്ലേ. പക്ഷെ ടു സിമ്പിൾ. ടീച്ചറാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഐ ഹാവ് എ ഡ്രീം. അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ്റെ ഡ്രീം എന്താ, വാട്ട്സ് യുവർ ഡ്രീം? അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ A ഗ്രേഡ് കിട്ടണം. ഇവന് സാധ്യമാകുമല്ലോ, പ്രയത്നിക്കുക, കഠിനാധ്വാനം ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞെ ഞാൻ എപ്പോൾ കാണുമ്പോഴും ഈവൻ ലക്ഷ്യ ടൈമിലാണെങ്കിലും ഈ കുഞ്ഞിരുന്ന് വായിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം ഞാൻ കാണാറുണ്ട്. അവളൊരു കുഞ്ഞിനെ ഏൽപ്പിക്കുകയും കൂടെ ചെയ്തു അവളുടെ പഠനങ്ങളൊന്ന് നോക്കാനായിട്ട് വേണ്ടിയിട്ട്. വീട്ടിലെത്തിയപ്പോൾ ക്രിസ്മസ് പരീക്ഷ വന്നു. അപ്പം ഞാൻ സാധാരണഗതിയിൽ ആരുടെയും പേര് നോക്കാറില്ല, ജസ്റ്റ് എല്ലാ പേപ്പറും ഇങ്ങനെ വാല്യൂ ചെയ്ത് പോകാറേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ആ ക്ലാസ്സിൽ 7C മോള്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്കറിയാം ആ ക്ലാസ്സിൽ ആരും തന്നെ തോറ്റിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതായത് സർ പറഞ്ഞ പോലെ ഒരു 8 വർഷത്തെ പരിചയം എനിക്ക് മാൾ ഓഫ് ജോയുമായിട്ടുണ്ട്. മാൾ ഓഫ് ജോയിൽ എൻ്റെ ഫോൺ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ മാൾ ഓഫ് ജോയ് എന്ന് പറഞ്ഞ് കുറേ കാണാനായിട്ട് സാധിക്കും. പിന്നെ സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ എനിക്കും സാറിൻ്റെ പേര് അറിയില്ലായിരുന്നു. ഞാനും സേവ് ചെയ്തത് സ്കൂൾ അക്കാഡമിയിൽ നിന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഇന്നലെയാണ് സാറിനോട് ചോദിച്ചത് സാറിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ. അങ്ങനെയാണ് ഞാൻ മൊയ്തീൻ ഷാ എന്നുള്ളത് പഠിച്ചതും മനസ്സിലാക്കിയതും. എനിക്ക് എന്നെ പറ്റി പറയുന്നതിനേക്കാളും കൂടുതൽ ഐ വുഡ് ലവ് ടു താങ്ക് ദം. കാരണം ഇന്നത്തെ ഒരു ലോകത്തിൽ നിസ്വാർത്ഥരാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വാക്ക് തന്നെയാണ്. കാരണം എനിക്ക് ഞാൻ എന്നുള്ളൊരു ഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ പ്രശംസിക്കണം, അല്ലെങ്കിൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരിൽ ചിലരാണ് അല്ലേ, ചിലരാണ് ഇവരെന്ന് പറയുന്നത്. നമുക്കൊരു നല്ല കയ്യടി തന്നെ ചേർന്ന് നൽകാം. കാരണം അത്രയും വൈകുന്നേരം ഒക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ 11ാമത്തെ അവാർഡാണ്. എൻ്റെ 50-ാം വയസ്സിലെ അവസാനത്തെ അവാർഡെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വർഷം തന്നെ എനിക്ക് മദർ തെരേസ സേവന അവാർഡ്, ദാറ്റ് ഇസ് സ്റ്റേറ്റ് അവാർഡ് ഓൾസോ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെയും കേൾക്കുമ്പോൾ ഞാൻ ആരുമല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം എല്ലാവരും സാർ പറഞ്ഞ പോലെ തന്നെ ഒന്നിനൊന്നും മെച്ചം എന്നുള്ളതാണ് അല്ലേ. ടീച്ചേഴ്സായ നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി തുടർന്ന് കൊണ്ടുപോകുക. ഞാനിനി അധ്യാപനം ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് എൻ്റെ 3 MAയും ചെയ്തത്. ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് ഇക്കണോമിക്സ്. 3 ചെയ്യുമ്പോഴും ഞാനത് വെറുതെ ഒരു ഡിഗ്രിക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മളെ തന്നെ നമ്മൾ ഒന്ന് റിസോഴ്സ്ഫുൾ ആക്കിയാലേ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. 14 വർഷത്തോളമായിട്ട് സ്റ്റേറ്റിൻ്റെ RP ആണ്
DRG മെമ്പറാണ്. ആ വിധത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു മാൾ ഓഫ് ജോയിൽ വന്നൊരു 2 വാക്ക് അധ്യാപനത്തെ പറ്റി പറയുക, അല്ലെങ്കിൽ അധ്യാപനത്തിന് വേണ്ടി ഒരു അവാർഡ് സ്വീകരിക്കുക എന്നുള്ളത് ശരിക്കും എന്താണ് പറയുന്നത്, വലിയൊരു ചാരിതാർത്ഥ്യം തന്നെയാണത്. മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ് കൂടെയാണിത്. ഞാൻ ഓരോ പടിയിൽ ഉയരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എത്രമാത്രം നാം എളിമയുള്ളവരാണോ അത്രമാത്രം നമുക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ മാൾ ഓഫ് ജോയ് വളരെ വലുതല്ലേ, പക്ഷേ അതിൻ്റെ വാതിൽ ഈ വലിയ ഒരു ഷോപ്പിംഗ് മാളിനേക്കാളും ചെറുതാണ്. ഇനി അതൊന്ന് തുറക്കണമെങ്കിലോ അതിൻ്റെ കീ അതിലും ചെറുതാണ്. ഇനി അത് തുറന്നിങ്ങോട്ട് വന്നാലോ നമ്മൾ ഈ കാണുന്നത് ഈ വിസ്മയം അല്ലേ വിടർത്തുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ ഇവരെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഇവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ഡീലിംഗ് ആണ് കേട്ടോ. വളരെ നല്ല ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വാക്കിൽ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വൈബ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മാൾ ഓഫ് ജോയ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ സാറിൻ്റെയൊക്കെ ഒത്തിരിയേറെ പ്രയത്നത്തിൽ എന്താണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആദരിക്കാനായിട്ട് കാണിക്കുന്ന നല്ല മനസ്സിനോർത്ത് നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ അധ്യാപനത്തിന് മാത്രമല്ല, സാറിൻ്റെ ഓരോ ക്ലിപ്പിങ്സ് കണ്ടാലും, അതായത് വിദ്യാലയത്തെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച്, പുതിയ റൂൾസിനെ, നിയമത്തെ സംബന്ധിച്ചുള്ള എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാനായിട്ട് ഒരേ ഒരു വേദിയുള്ളത് നമ്മുടെ സ്കൂൾ അക്കാദമിയാണ്. First and the best and the correct information that we will get from you, sir. That is നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇൻഡെപ്ത് മീനിങ് അല്ലെങ്കിൽ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നൽകാൻ